ഞാനിത് ഇളക്കാനൊന്നും പറയുന്നില്ല, ഞാൻ വലിച്ചിളക്കുന്നതുമില്ല. അപ്പം ചേട്ടൻ ആലോചിച്ചിട്ട് ഇത് ഒട്ടിക്കണോ ഇത് ഇളക്കണോ എന്നുള്ളത് തീരുമാനിക്കുക. ചേട്ടൻ്റെ പേരെന്താ? പ്രസാദ്. പ്രസാദ്. ഇത് ഈ ഫിലിം ഒട്ടിച്ചേക്കുന്നത് അത് എന്തിനു വേണ്ടിയിട്ടാണ് ഒട്ടിച്ചിരിക്കുന്നത്? ചൂടടിക്കാതിരിക്കാൻ വേണ്ടി. ചൂടടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, വെരി ഗുഡ്. ശരി, ഈ വണ്ടി ഓടിക്കുമ്പം അദ്ദേഹം ഇതുവഴി നോക്കുമോ അതോ ഇതുവഴി നോക്കുമോ? ഇതുവഴി നോക്കാനല്ലേ പറ്റത്തുള്ളൂ. അതായത് കണ്ണിനൊരു പ്രത്യേകതയുണ്ട്. ഏറ്റവും വ്യക്തമായിട്ട് എവിടെ കാണുമോ നമ്മൾ അതായിരിക്കും സെലക്ട് ചെയ്യുക. അപ്പോൾ ഇദ്ദേഹം ഓടിക്കുവാണെങ്കിൽ എങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്? ഓടിക്കുവാണെങ്കിൽ എങ്ങനെ ഇരിക്കും? കുനിയേണ്ടി വരും. ഈ കുനിഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് അറിയോ? പെഡൽ കുനിച്ച് ഓടിക്കാനുള്ള പ്രശ്നം എന്താ അറിയോ? ഒരു ഏകദേശം ഒരു 15 ഡിഗ്രി നമ്മൾ പെഡൽ കുനിച്ച് നിന്ന് കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു 15 കിലോഗ്രാം വെയിറ്റ് നമുക്ക് വന്നതിന് തുല്യമാണ്. അത് വീണ്ടും നമ്മളൊരു 30 ഡിഗ്രിയിലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു 18-20 കിലോഗ്രാം വെയിറ്റ് നമ്മൾ താങ്ങിയതിന് തുല്യവും. അപ്പോൾ ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് വാഹനം ഓടിക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മളൊരു നിത്യരോഗിയായിട്ട് മാറും. കുറേ കാലം കഴിയുമ്പം ഏതെങ്കിലും ന്യൂറോണിൻ്റെ ഒക്കെ ഡോക്ടർമാരെയൊക്കെ കാണേണ്ട ഒരു അവസ്ഥ വരും. ഞാനിത് ഇളക്കാനൊന്നും പറയുന്നില്ല, ഞാൻ വലിച്ചിളക്കുന്നതുമില്ല. അപ്പം ചേട്ടൻ ആലോചിച്ചിട്ട് ഇത് ഒട്ടിക്കണോ ഇത് ഇളക്കണോ എന്നുള്ളത് തീരുമാനിക്കുക. ഓക്കെ, അപ്പം ഒട്ടിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം ഇങ്ങനെ ഒരു സാധനം ചെയ്യണമെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കമ്പനിക്കാർ അതിനെന്തെങ്കിലും ഒരു മാർഗ്ഗം കണ്ടുപിടിക്കണം. നമുക്ക് നല്ല വിസിബിലിറ്റി വേണം. ഒരു വാഹനം ഓടിക്കുമ്പോൾ നല്ല വിസിബിലിറ്റി വേണം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ വിസിബിലിറ്റി ഇല്ല. പിന്നെ അതിന് പുറത്തൊരു എഴുത്തും എഴുതിയപ്പോൾ അഡ്വൈസബിൾ അല്ല എങ്കിൽ പോലും നിങ്ങൾക്ക് വേണം ഇങ്ങനെ ഒരു മുകളിലൊരു മറ വേണം വെക്കുക. ഈ പ്രശ്നം ഉണ്ടെങ്കിൽ പക്ഷെ നമ്മുടെ കാഴ്ച മറയത്തില്ല. ഇങ്ങനെ കൂളി ഫിലിം ഒട്ടിച്ച് നമ്മളുടെ കാഴ്ചയ്ക്ക് തടസ്സം ഉണ്ടാക്കി കണ്ണിനെ ബുദ്ധിമുട്ട്. അത് കൂടാതെ ചില ആൾക്കാർ ഒത്തിരി തോരണങ്ങളൊക്കെ തൂക്കിയിടും. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ കണ്ണിൻ്റെ മുമ്പിലൊരു സംഗതി ആടുമ്പോൾ കണ്ണിനത് ബുദ്ധിമുട്ടുണ്ടാകും. അതും നമ്മളുടെ കാഴ്ചയെ ബാധിക്കും. മൊത്തത്തിൽ നമ്മളുടെ ആരോഗ്യത്തെ എല്ലാം ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കൂടുതൽ കാര്യങ്ങളുണ്ട്, അത് പിന്നീട് പറയാം. ഇപ്പോൾ തൽക്കാലം ഈ ഒരു കൂളി ഫിലിം ഒട്ടിക്കണോ വേണ്ട നിങ്ങൾ തീരുമാനിക്കുക. ഞാനിത് ഇളക്കാനൊന്നും വരുന്നില്ല. ഓക്കെ, ശരി. പ്രസൻറ്റ് കണ്ടീഷനിൽ നിങ്ങളോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ സ്റ്റാൻഡിൽ ഇവിടെ എല്ലാം ഓട്ടോകളുടെ എണ്ണം കൂടുതലാണ്. നിങ്ങൾക്ക് കിട്ടുന്ന ഓട്ടോ വളരെ കുറവായിരിക്കും. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം കുറയാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനൊരു സാധ്യത വരുന്ന ആൾക്കാരിൽ നിന്ന് ആ പൈസ ഈടാക്കണം എന്നുള്ളൊരു ശ്രമം നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾ മീറ്റർ ഇട്ട് ഓടുക, മീറ്ററിലുള്ള റേറ്റ് തന്നെ മേടിക്കുക. ഇപ്പോൾ ഞാൻ കണ്ടുവരുന്നത് നിങ്ങൾ ബാർഗെയിൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ മലയാളികളൊക്കെ പഴയ പോലല്ല, എല്ലാവരും അത്യാവശ്യം. പക്ഷേ നിങ്ങൾ മത്സരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർ പൊതുവെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കത്തില്ല. അവർ മീറ്റർ ചാർജ് അല്ല ആ രീതിയിൽ കറക്റ്റ് ചാർജ് തരാൻ പറ്റും. നേരെ മറിച്ച് നിങ്ങളിപ്പോൾ നിങ്ങളുടെ വണ്ടിയിലേക്ക് വരിക, ചിലപ്പോൾ സ്ത്രീകളൊക്കെ ആയിരിക്കും, അവരുടെ കയ്യിലൊരു ബാഗൊക്കെ ഉണ്ടെന്നുണ്ട്, നമ്മൾ അവരെ റെസ്പെക്റ്റോടുകൂടി സ്വീകരിക്കുക. മാഡമെന്നോ അല്ലെങ്കിൽ സാറെന്നോ വിളിക്കുക. അവരോട് ആദരവോടുകൂടി പറയാം. അവരുടെ കയ്യിൽ ബാഗൊക്കെ ഉണ്ടാവും, ആ ബാഗൊക്കെ പിടിച്ച് വണ്ടിയിലൊക്കെ വെച്ച് കൊടുക്കുക. അപ്പം അവർക്ക് എന്ത് തോന്നും? അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, എന്നെ സാധനങ്ങളൊക്കെ ചെയ്തു. അപ്പം ഈ ഓട്ടത്തിനിടെ നിങ്ങളുടെ പ്രാരാബ്ദങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം. ഞാൻ ഇന്ന് വന്നിട്ട് ഓടിയില്ല, അല്ലെങ്കിൽ എനിക്കിത് കിട്ടും. അപ്പം മനസ്സലിവുള്ളവരാണ് മലയാളികൾ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചിലപ്പോൾ ഒരു 30 രൂപയുടെ ഓട്ടോ ആയിരിക്കും. നിങ്ങൾ 30 രൂപ ചോദിച്ചാൽ പോലും അവർ നിങ്ങൾക്ക് പൈസ അവർ അങ്ങനെ തോന്നും. അങ്ങനെയാണത്. അപ്പം ഈ മത്സരിക്കുന്നവരോട് മത്സരിക്കാതെ നിൽക്കാതിരിക്കുക. പരമാവധി വരുന്ന ആൾക്കാരോട് സ്നേഹത്തോടെ പെരുമാറുക. പിന്നെ റേറ്റും കാര്യങ്ങൾ അത് നമുക്ക് മറ്റൊരു അവസരത്തിൽ ഡീറ്റെയിൽഡായിട്ട് സംസാരിക്കാം. അപ്പോൾ വരുന്നവരോട് മാന്യമായിട്ട് നിങ്ങൾ ഇടപെടുക. ഇങ്ങനെ തന്നെ കൂലികളൊന്നും അധികം ചോദിക്കേണ്ട ആവശ്യമില്ല. മിക്ക ആൾക്കാരും അവർ തരും, അങ്ങനെയാണ്. പക്ഷേ വാശി പിടിക്കുമ്പോൾ തരാനുള്ള ഒരു അവസ്ഥ അവർക്ക് ഉണ്ടാകത്തില്ല. അപ്പോൾ എങ്ങനെയാണ് റേറ്റ് നൈറ്റിൽ എങ്ങനെയാണ് അത് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. വരുന്ന ആൾക്കാരോട്ട് ഒരു കാരണവശാലും തർക്കത്തിന് പോകണ്ട. പരാതി വന്നു കഴിഞ്ഞാൽ നമ്മൾ കേസ് എഴുതും. അപ്പോൾ അത് നിങ്ങൾക്കും ബുദ്ധിമുട്ടാവും, കേസ് എഴുതുന്നത് ഞങ്ങൾക്കും മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടാണ്. ഓക്കെ.